നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംന അസീസ്, പൊതുജനാരോഗ്യ പ്രവർത്തകയാണ്. ഇന്ന് ഏപ്രിൽ 11 ദേശീയ സുരക്ഷിത മാതൃത്വ ദിനമാണ്, നാഷണൽ സേഫ് മദർഹുഡ് ഡേ. അമ്മമാരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം അമ്മമാർക്ക് നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ശനിയാഴ്ച കേരളത്തിലെ മലപ്പുറത്ത് ഒരു അമ്മ വീട്ടിൽ വെച്ച് പ്രസവിക്കുകയും ആരോഗ്യ ശാസ്ത്രത്തെക്കുറിച്ചോ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ യാതൊരു അവബോധവുമില്ലാത്ത അവരുടെ പങ്കാളി പ്രസവമെടുത്ത് അമിത രക്തസ്രാവത്തെ തുടർന്ന് ആ അമ്മ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ആരോഗ്യ കേരള മോഡൽ എന്നൊക്കെ പറയുന്ന നമ്മൾ വളരെ അഭിമാനത്തോടെ ഉയർത്തി കാണിക്കുന്ന ആ മാതൃകയുടെ മുഖത്ത് ഏറ്റ തീരാ കളങ്കമാണ് ഈ അമ്മയുടെ മരണം. പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ കേരളത്തിൽ 1,00,000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അതിൽ 19 മരണമാണ് ഉണ്ടാകുന്നത്. 19 പേര് മരിക്കുന്നില്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. കുറച്ച് പിന്നോട്ട് പോകണം അതിന്റെ ഉത്തരം നൽകാൻ. 70കളിൽ 1,00,000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ 75 പേരായിരുന്നു മരണപ്പെട്ടിരുന്നത്. അന്ന് ഇത്രയേറെ വികസിതമായ ആരോഗ്യ വ്യവസ്ഥ ഇവിടെ ഇല്ല, അതിനുള്ള സൗകര്യങ്ങളുമില്ല. ഇന്ന് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 6 പേരാണ് മരണപ്പെടുന്നതെങ്കിൽ 70കളിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 53 കുട്ടികളാണ് മരണപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും ഇവിടുത്തെ മാധ്യമങ്ങളും. ഇവിടുത്തെ ഈ ഒരു സംസ്ഥാനം ഏറ്റുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്, എല്ലാവരും ചേർന്ന് തന്നെ. എന്നാൽ ഇന്ന് പലരും അവരുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഈ നേട്ടങ്ങളെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട വാദം വീടുകളിൽ പ്രസവിച്ചാൽ സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യം, സ്ത്രീയുടെ സ്വകാര്യത, സ്ത്രീയുടെ മാനസിക സന്തുഷ്ടി എല്ലാം വർദ്ധിക്കും എന്നൊക്കെയാണ്. അതിലേക്കെല്ലാം കടന്നു വരാം. അതിനു മുൻപ് ഗർഭത്തെക്കുറിച്ച്, ഗർഭകാലത്തെക്കുറിച്ച്, പ്രസവത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റുകൾ, എൻ്റെ അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു തന്നതും കൂടെ ചേർത്താണ്, അവരുടെ കൂടെ വിഷമങ്ങളും അവരുടെ കൂടെ കൺസേൺസ് ചേർത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഗർഭകാലം എന്ന് പറയുന്നത് ശരീരത്തിലെ ഓരോ വ്യവസ്ഥയും മാറുന്ന ഒരു കാലമാണ്. അതൊരു ശാരീരിക അവസ്ഥയാണ്, അതൊരു രോഗമല്ല. ഗർഭം തുടങ്ങുന്ന സമയത്ത് അമ്മമാർക്ക് നൽകുന്ന ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് അത് കുഞ്ഞിൻ്റെ നാഡീവ്യൂഹത്തിന്റെ കൃത്യമായ വികാസത്തിന് വേണ്ടിയാണ്. രക്തത്തിന്റെ അളവ് വർദ്ധിക്കുകയും അതിലെ ഹീമോഗ്ലോബിന്റെ അതിലെ ഇരുമ്പിന്റെ അളവ് കുറയുകയും ചെയ്യുന്ന വിളർച്ച വളരെ സാധാരണമാണ്. അത് തടയുന്നതിന് വേണ്ടിയാണ് ഇരുമ്പ് ഗുളികകൾ, അയൺ ടാബ്ലറ്റ്സ് നൽകുന്നത്. അമ്മയുടെ എല്ലിന്റെയും കുഞ്ഞിന്റെ എല്ലിന്റെയും ബലത്തിന് വേണ്ടിയും അമ്മയ്ക്ക് പാൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു പ്രധാന ഘടകം കാൽസ്യമാണ്. ഇതിനെല്ലാം വേണ്ടിയാണ് കാൽസ്യം ടാബ്ലറ്റുകൾ നൽകുന്നത്. പ്രസവ സമയത്ത് കുഞ്ഞിന്, നവജാത ശിശുക്കളുടെ ടെറ്റനസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ നൽകുന്നത്. 2002 ശേഷം ഇവിടെ ഒരു നവജാത ശിശുവിന് പോലും ടെറ്റനസ് രോഗം ബാധിച്ചതായി കണ്ടെത്തിയിട്ടില്ല. അത് ഇവിടെ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അമ്മമാർക്ക് കൃത്യമായി വാക്സിൻ നൽകപ്പെടുന്നത് കൊണ്ടാണ്. ഇവിടെ ഇതെല്ലാം ഇങ്ങനെയൊന്നുമില്ല എന്ന് കണ്ണടച്ചു പിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത്തരം പ്രചാരകർ, അത് ഏത് സോഷ്യൽ മീഡിയയിലൂടെ ആവട്ടെ, വാമൊഴിയാവട്ടെ, എഴുത്താവട്ടെ, സംസാരമാവട്ടെ, എന്തുമാവട്ടെ, അവർ ചെയ്യുന്നത് സാമൂഹ്യ ദ്രോഹമാണ്. അവരെ സാമൂഹിക ദ്രോഹികൾ എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വിളിക്കാനില്ല, പറയാനില്ല. തിരിച്ചു വരാം. ഗർഭകാലത്ത് നമ്മളുടെ ഓരോ വ്യവസ്ഥയും, അത് നമ്മളുടെ ഹൃദയത്തിന്റെ ജോലിയാവട്ടെ, നമ്മുടെ ശ്വാസകോശത്തിന്റെ ജോലിയാവട്ടെ, നമ്മുടെ വൃക്കകളുടെ ജോലിയാവട്ടെ, നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ജോലിയാവട്ടെ, എല്ലാം തന്നെ നമ്മളുടെ ഹോർമോണുകളാവട്ടെ, എല്ലാം മാറി മറിയുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതിയാണ്. 2 പേർക്കുള്ള ഊർജം നൽകാൻ വേണ്ടി നമ്മളുടെ ശരീരത്തിൽ എത്തുന്ന അന്നജവും കൊഴുപ്പും ദഹിക്കുന്ന രീതി മാറുന്നു, ഇൻസുലിൻ പ്രവർത്തിക്കുന്ന രീതി മാറുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഗർഭത്തിൽ പലർക്കും പ്രമേഹം ഉണ്ടാവുന്നത്. ഗർഭകാലത്ത് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. പല ടെസ്റ്റുകളിലും റിപ്പോർട്ടുകളിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുന്നത് ഈ കാരണം കൊണ്ടാണ്. ഇതൊരു ഫിസിയോളജിക്കൽ, ശാരീരിക ശാസ്ത്രമായി വളരെ നോർമലായ ഒരു അവസ്ഥയാണ്. എന്നാൽ ഇതിന് കൃത്യമായ മേൽനോട്ടം, കൃത്യമായ സൂപ്പർവിഷൻ, കൃത്യമായ സപ്പോർട്ട് ആവശ്യമുണ്ട്.
ഇവിടെ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുന്നത് വഴി എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാനും തടയാനും സാധിക്കും. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പ്രസവ സമയത്ത് ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസും പല സങ്കീർണതകളും മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. 280 ദിവസം 10 മാസം ഉള്ള ഗർഭകാലം, അത് നമ്മൾ 3 മാസങ്ങളുടെ 3 എണ്ണം 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചെയ്യുന്ന ടെസ്റ്റുകൾ, സ്കാൻ ആയിക്കോട്ടെ, ബ്ലഡ് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, അതിനെല്ലാം കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗർഭം ധരിച്ചത് ഗർഭാശയത്തിനകത്തല്ല, അണ്ടവാഹിനി കുഴലിനകത്താണെങ്കിൽ അണ്ടവാഹിനി കുഴൽ പൊട്ടിച്ചിതറി അകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി, വയറിനകത്ത് രക്തസ്രാവം ഉണ്ടായി, ഈ പറയുന്ന ഗർഭിണി മരണപ്പെടാം. ചിലപ്പോൾ ഗർഭമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന, പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവ് കാണിക്കുന്നത് ഗർഭം പോലും ആയിരിക്കില്ല, മുന്തിരിക്കുല ഗർഭം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബോർഷൻ വളരെ ലാഘവത്തോടെയാണ് പലരും എടുക്കുന്നത്. അബോർഷൻ കഴിഞ്ഞ് അബോർഷന്റെ പ്രൊഡക്ട്സ് മുഴുവൻ വയറിനകത്ത് ഉദരത്തിനകത്ത് ഉണ്ടായിരുന്ന ആ ഗർഭത്തിന്റെ അംശങ്ങൾ മുഴുവൻ പുറത്തു പോയിട്ടില്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള അണുബാധ ഉണ്ടാകാം. വലിയ പ്രശ്നമാണ്. ഇതെല്ലാം കണ്ടെത്താൻ എങ്ങനെയാണ് ഈ വീട്ടിലിരുന്നു കൊണ്ട് ഒരു സ്ത്രീക്ക് സാധിക്കുക? ജീവൻ അപായത്തിലാവില്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ സാമാന്യ ബോധം വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് 2ാമത്തെ ട്രൈമസ്റ്ററിലേക്ക് വരാം. 3 മാസത്തിന് ശേഷം 3 മാസത്തിന് ശേഷം ഒരുപക്ഷെ പ്രസവം, ആ സമയത്ത് 5ാം മാസത്ത് പ്രസവിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ അത്രയൊന്നും അസാധാരണമല്ലാത്തൊരവസ്ഥയാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗർഭാശയ മുഖത്തിന് ബലക്കുറവാണ്, തുന്നിട്ടു, സെർവിക്സിനുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇതെല്ലാം തന്നെ സംഭവിക്കാറുള്ളതാണ്. ഇതൊന്നും ഒരു അപൂർവതയല്ല. ഇതൊക്കെ വളരെ സാധാരണമായി നാട്ടിൻപുറങ്ങളിൽ പോലും പറയുന്നതായി നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ എല്ലാം ഇടയിൽ ഡയബറ്റിസ് ഉണ്ടായിരിക്കാം, പ്രമേഹം ഉണ്ടായിരിക്കാം, രക്തസമ്മർദ്ദം കൂടുന്നുണ്ടാവാം, കുറയുന്നുണ്ടാവാം, പ്രശ്നങ്ങൾ അവിടെ എല്ലാം ഉണ്ട്. അതെല്ലാം കുഞ്ഞിനെയും ബാധിക്കാം. ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ്, ആ കുഞ്ഞ് കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി അവസാനത്തെ ട്രൈമസ്റ്റർ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ 3 മാസങ്ങൾ, അവിടെ എന്താണ് സംഭവിച്ചുകൂടാത്തത്? കുഞ്ഞ് സമയത്തിന് മുൻപ് വരാം. 6ാം മാസത്തിലും 7ാം മാസത്തിലും പ്രസവിച്ച് കുഞ്ഞിനെ NICUവിൽ ഇട്ട് വളരെ ശ്രദ്ധയോടെ വളർത്തി വെയിറ്റ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതും അത്ര അസാധാരണമായ ഒരു സംഗതിയൊന്നുമല്ല. പിന്നെ പ്രസവ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എക്ലാംസിയ എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രീ എക്ലാംസിയ വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഗതിയാണ്. ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഈ പറയുന്ന പ്രമേഹം ഉണ്ടാവും. അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപാട് സംസാരിച്ചാൽ ഒരുപാട് ദൈർഘ്യമേറുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇതെല്ലാം വളരെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഞാൻ എടുത്തു പറയുകയാണ്. ഇതൊന്നും തന്നെ അപൂർവതയല്ല, നിങ്ങൾ കേട്ടിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ്. ഇനി നമുക്ക് വീട്ടിലൊരു പ്രസവം നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പരിഗണിക്കാം. കുഞ്ഞിന്റെ മിടിപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആരും കുഞ്ഞിന്റെ മിടിപ്പ് നോക്കിയിട്ടല്ല പ്രസവം എടുക്കുന്നത്. വീട്ടിൽ നിന്നും പ്രസവം എടുക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു സാധ്യതകളും അവിടെയില്ല. കുഞ്ഞ് തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ അകത്ത് കുടുങ്ങിപ്പോകാം. പിന്നെ എല്ലാവരും ഈ പറയുന്ന ആശുപത്രി പ്രസവങ്ങളെ എതിർക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, പട്ടിയും പൂച്ചയും ഒന്നും ആശുപത്രിയിൽ പോയിട്ടല്ല പ്രസവിക്കുന്നത്, ആന പ്രസവിക്കുന്നില്ലേ? വിചിത്രമായ ചോദ്യങ്ങളാണ്. ഒരല്പം ശാസ്ത്രബോധമുണ്ടെങ്കിൽ, ഗൂഗിൾ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ, അതിൽ നിങ്ങൾ അനാവശ്യങ്ങൾക്ക് ഗൂഗിൾ ഉപയോഗിക്കുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് പട്ടിയും പൂച്ച ആശുപത്രിയിൽ പോകാത്തതും നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടി വരുന്നതും? അതിൻ്റെ കാരണം പരിണാമത്തിൻ്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു. നമ്മൾക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ ഇടുപ്പ് ഇടുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ തലയും സ്ത്രീയുടെ ഇടുപ്പും തമ്മിലുള്ള അനുപാതം അത്ര ഒരു സുഖകരമായ രീതിയിലല്ല. പലപ്പോഴും പ്രസവം പ്രോഗ്രസ് ചെയ്യാറില്ല. പ്രസവ വേദന തുടങ്ങും, പക്ഷെ കുഞ്ഞ് പുറത്തേക്ക് വരില്ല. കുഞ്ഞ് അകത്ത് സ്റ്റക്കായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊന്നും വീട്ടിൽ നിന്നും മാനേജ് ചെയ്യാവുന്ന ഒരവസ്ഥയല്ല, മുൻകൂട്ടി കണ്ടുപിടിക്കാനും പറ്റില്ല. പൊതുവെ ഉയരം കുറഞ്ഞവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ കൂടിയും ഇതൊന്നും മുൻകൂട്ടി കണ്ടെത്താവുന്ന കാര്യങ്ങളല്ല. പക്ഷെ പ്രതീക്ഷിക്കാം, ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് ഡോക്ടർ അവരുടെ വൈദഗ്ധ്യം കൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് തരുമായിരിക്കും. അപ്പോൾ ഇത് മുൻകൂട്ടി കാണാൻ സാധിക്കും, പക്ഷെ വീട്ടിൽ നിന്ന് മാനേജ് ചെയ്യുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു സംഗതിയല്ല. പിന്നെ പലപ്പോഴും
ഗർഭപാത്രം തന്നെ തകർന്നു പോയി അമ്മയും കുഞ്ഞും രണ്ടുപേരെയും നഷ്ടമാകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പ്രസവശേഷം അമിത രക്തസ്രാവം ഉണ്ടാവുക, അതിന് ഓൾറെഡി നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമുണ്ട്. അതാണ് ഈ വീഡിയോക്കുള്ള കാരണം പോലും അത്തരം ഒരു ഉദാഹരണമാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പ്രസവ സമയത്ത് കൃത്യമായി സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യോനിയുടെ ഭാഗത്തു നിന്നും താഴേക്ക് കീറൽ വന്നിട്ട് പെരിനിയൽ ടയർ എന്ന് പറയും, കീറിപ്പോവാം. എന്ന് മാത്രമല്ല യോനിയും മലാശയവും തമ്മിൽ അവിടെ ഫിസ്റ്റുല ഉണ്ടായിട്ട് ഒരു അതിൻ്റെ ഇടയിൽ ഒരു ചാനൽ, ഒരു വഴി ഉണ്ടായിട്ട് മലം യോനിയിലൂടെ പുറത്തു വരുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഈ പറയുന്ന റെക്ടോവജൈനൽ ഫിസ്റ്റുല എന്നൊക്കെ പറയുന്ന അവസ്ഥകളും അത്ര അസാധാരണമല്ല. ഇത്തരം കൃത്യമായ മേൽനോട്ടമില്ലാത്ത പ്രസവങ്ങളിൽ അത് സംഭവിക്കാവുന്നതാണ്. ഇതുകൂടാതെ അണുബാധ തീർച്ചയായും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ വീട് എത്ര വെട്ടിത്തിളങ്ങുന്ന വൃത്തിയുള്ള വീടാണെങ്കിലും ആശുപത്രിയിലെ ശാസ്ത്രീയമായ സ്റ്റെറിലൈസേഷൻ പ്രോസസ്, അണു നശീകരണ പ്രക്രിയയും വീട്ടിലെ വൃത്തിയാക്കലും തമ്മിൽ അജഗജാന്തരമുണ്ട്. ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കാരണം ആശുപത്രിയിലെ ഓരോ സ്റ്റാഫും കൃത്യമായ ട്രെയിനിങ് ലഭിച്ച കാര്യങ്ങൾ അറിയാവുന്നവരാണ്. നമ്മളുടെ സംസ്ഥാനത്ത് ഇത് വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്നുമുണ്ട്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ആണെങ്കിലും അതേ തുടർന്നുള്ള ബാക്കിയുള്ള എന്ത് പ്രക്രിയകളാണെങ്കിലും വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ സാധ്യമായിട്ടുള്ള ഒന്ന് അല്ല, ഇൻഫെക്ഷൻ രണ്ടുപേർക്കും ജീവഹാനി, അമ്മയ്ക്കും കുഞ്ഞിനും ജീവഹാനി വരുത്താവുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് കിടക്കുന്ന ദ്രാവകം അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അത് അമ്മയുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക്, രക്തത്തിലേക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കലർന്നു കഴിഞ്ഞാൽ അതിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്നാണ് പറയുന്നത്. അമ്മ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രസവ സമയത്ത് കുഞ്ഞിന്റെ പൊക്കിൾ കൊടിയാണ് ആദ്യം പുറത്തേക്ക് വരുന്നതെങ്കിൽ അതവിടെ സ്റ്റക്കായി പോയിട്ട് കുഞ്ഞിലേക്ക് ഓക്സിജൻ പോകുന്നത് നിലയ്ക്കുകയും കുഞ്ഞ് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ വീട്ടിലെ പ്രസവത്തിനുണ്ട്. ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്താണ് എന്നറിയില്ല. പക്ഷെ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ പ്രസവിച്ചാൽ മതി, എനിക്ക് എൻ്റെ വീടിൻ്റെ ഇരുട്ടറയാണ് ഇഷ്ടം എന്ന് പറയുന്നതും, അതുപോലെ സ്ത്രീകളുടെ സ്വകാര്യതയെ മാനിക്കണം, അവരുടെ വ്യക്തി താല്പര്യത്തെ മാനിക്കണം. നോക്കൂ, ഇത് നിങ്ങളുടെ വ്യക്തി താല്പര്യമല്ല, ഇത് നിങ്ങളുടെ തീർത്തും തെറ്റായ ഒരു തീരുമാനമാണ്. നിങ്ങൾ വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് തെറ്റായ ഒരു തീരുമാനമാണ്. അതിന് നിങ്ങൾക്ക് 4 ആളെ കൂട്ടി അനുമോദനം തന്നിട്ടോ ഫലകവും പൊന്നാടയും സർട്ടിഫിക്കറ്റും ഒന്നും തന്നിട്ടൊന്നും അതിൽ കാര്യമില്ല. നിങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കാരണം കൃത്യമായ മേൽനോട്ടം ഇല്ലാതെ പ്രസവം നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മാതൃമരണ നിരക്ക് വെറുതെ ഒന്ന് എടുത്തു നോക്കിയാൽ, ഇതിനും ഗൂഗിൾ ഉപയോഗിക്കാമല്ലോ. നിങ്ങൾ ഈ പറയുന്ന റീൽസിനും യൂട്യൂബിനും വാട്സാപ്പിനും നിങ്ങൾ റീൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ഡാറ്റയും നിങ്ങൾക്ക് ഒരു വിരൽ തുമ്പിൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ്. ഇതുകൂടാതെ വളരെ വിചിത്രമായ മറ്റൊരു സംഗതി കേട്ടത് സ്ത്രീകളുടെ ഡിപ്രഷൻ തടയാനും ഇത് സഹായിക്കും എന്നുള്ളതാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതായത് പ്രസവാനന്തര വിഷാദമാകട്ടെ, ഗർഭകാലത്തുള്ള വിഷാദമാകട്ടെ, ഇതെല്ലാം തന്നെ വളരെ വലിയൊരു കൺസേൺ ആയിട്ട്, വളരെ വലിയൊരു പ്രശ്നമായി ലോകം പരിഗണിക്കുന്ന ഈ കാലത്ത് വിഷാദം അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു ടെമ്പററി, ഒരു താൽക്കാലികമായ സങ്കടം വരലോ ഒരു കരച്ചിലോ അല്ല. അത് ശരിക്കും ഒരു രോഗാവസ്ഥയാണ്. അവിടെ കൃത്യമായ സപ്പോർട്ട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മമാരുടെ ആത്മഹത്യ അത്രയൊന്നും അപൂർവമല്ല. പ്രസവശേഷം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ എന്ന് പറയുന്നത് അത് ഒരുപാട് വാർത്ത കണ്ട് നമ്മൾ വളരെ വികാരം കൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ തോന്നി അവൾക്കെന്നൊക്കെ ചോദിക്കുന്ന വികാരപരമായ ചോദ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ വസ്തുത മിക്കതും അത് പ്രസവാനന്തര വിഷാദമാണ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അമ്മമാരുടെ ആത്മഹത്യകൾ വളരെ സാധാരണമാണ്. അവിടെ അവർക്ക് സഹായം ആവശ്യമുണ്ട്. അമ്മയ്ക്ക് രക്തസമ്മർദ്ദം കൂടുന്നെങ്കിൽ അവർക്ക് വൈദ്യസഹായം ആവശ്യമുണ്ട്. ഇനി ആവശ്യമില്ലാത്ത മരുന്നുകൾ നൽകും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ നിങ്ങൾ പലരും വാദിക്കുന്നുണ്ട്. ഒരു ഗർഭിണി രോഗിയായാൽ അവർക്കൊരു വളരെ 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 അടിസ്ഥാനമായ മരുന്ന് എഴുതണമെങ്കിൽ പോലും ഡോക്ടർ 10 പ്രാവശ്യം ആലോചിക്കും. ഓരോ മരുന്നും ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്ന് എഴുതുന്നത്, ഓരോ മരുന്നിനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം, ആ സ്ത്രീ ഗർഭിണിയാണോ, ആ സ്ത്രീ മുലയൂട്ടുന്നവളാണോ, അവർക്ക് വേറെ വല്ല രോഗങ്ങളുണ്ടോ, ഇതെല്ലാം ചിന്തിച്ച് 100 കാര്യം ആലോചിച്ചിട്ടാണ് ഒരു മരുന്ന് എഴുതുന്നത്.
അപ്പോൾ പ്രഗ്നൻസി സേഫ് അല്ലാത്ത മരുന്നുകൾ ആരും എഴുതില്ല. ആ അവസ്ഥ ഒരു രോഗാവസ്ഥയുമല്ല. രോഗം വന്നാൽ വളരെയേറെ പരിഗണന ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്നുമുണ്ട്. ഇനിയെങ്കിലും ഇത്രയും ഞാൻ സംസാരിച്ചു. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിവേചന ശക്തി ഉപയോഗിച്ച്, നിങ്ങളുടെ സാമാന്യ യുക്തി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിസ്കുകൾ എടുക്കുന്നത്? എന്തിനാണ് പ്രസവം വീടുകളിലാക്കുന്നത്? സ്വകാര്യത, അതാണോ നിങ്ങളുടെ ഉത്തരം? സ്വകാര്യത നിങ്ങൾക്കൊരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കൂ. നിങ്ങളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്ടറെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്. അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പദ്ധതികളുണ്ട്, ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ഒരുപാട് സപ്പോർട്ട് സിസ്റ്റങ്ങൾ ചുറ്റും നിൽക്കുമ്പോൾ എല്ലാത്തിനും നേരെ വാതിൽ കൊട്ടിയടച്ച് വേണ്ട, ഞങ്ങൾ മരിക്കാൻ റെഡിയാണ് എന്ന രീതിയിൽ വാതിലടച്ച് ഒറ്റയ്ക്ക് പ്രസവിക്കാം എന്നത് ഒരു തരം അബദ്ധമായ ധാരണയാണ്, അറിവില്ലായ്മയുടെ അഹങ്കാരമാണ്. ദയവ് ചെയ്ത് വാശി പിടിക്കാനോ ഒരാളുടെ ജയത്തിനോ തോൽവിക്കോ വേണ്ടി 2 ജീവനുകൾ പണയം വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇതാണ് ഇതേക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഒരു 100,000 പ്രശ്നങ്ങൾ വീട്ടിലെ പ്രസവം കൊണ്ടുണ്ടാകാം. അവബോധമുള്ളവരാവുക. ഇനിയും ഈ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിൽ ഇനി ഇങ്ങനൊരു വാർത്ത ഉണ്ടാകാതിരിക്കട്ടെ. ജാഗ്രതയോടെ ഇരിക്കാം.